ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇരുമ്പാമ്പിളി വെച്ചിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ്. ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളല്ലേ പറയാറ്. ഓർക്കാപ്പുളി, ചെമ്മീൻ പുളി. ഞങ്ങളുടെ ഇവിടെ ഇരുമ്പാമ്പുളി എന്നാണ് പറയാറ്. അച്ചാറിലും അതുപോലെ ഉപ്പിലിടാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് വലിയൊരു ലിക്വിഡ് കൂടി എന്ന് തന്നെ പറയാം. കാരണം നമ്മളെ വീട് മൊത്തം ക്ലീൻ ചെയ്യാനും ഈ ഒരു ഇരുമ്പാമ്പുളി മാത്രം മതി. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ആണ് ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് ഇരുമ്പാമ്പുളി പൊട്ടിച്ചിട്ട് വെറുതെ ഒന്ന് കഴുകിയിട്ട് ഇതാ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ഒരു ലിക്വിഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇരുമ്പാമ്പുളി ഒന്ന് വെറുതെ പീസുകളാക്കിയിട്ട് ഈ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറിയൊരു പീസ് നാരങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണ് ഉപ്പ്, ലാസ്റ്റായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അങ്ങനെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കപ്പിലേക്ക് കൂടി മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം സ്പ്രേ ബോട്ടിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ സ്പ്രേ ബോട്ടിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കപ്പിലേക്ക് മാറ്റിയത്. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ അങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ലിക്വിഡാണ് കേട്ടോ. നമ്മുടെ ടൈൽസിൽ വാഷ് ബേസിലൊക്കെ കറ നന്നായിട്ട് പോകും. അപ്പോൾ ഞാനിതാ ഇവിടെ ടൈൽസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ഞാൻ ലേശം ഹാർപ്പിക്കും കൂടി ചേർത്തിട്ടുണ്ട്. ഹാർപ്പിക്ക് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ യൂസ് ചെയ്താൽ തന്നെ ടൈൽസിലെ കറ പോവാറുണ്ട്. അപ്പോൾ അത് കൂടെ ഇരുമ്പാമ്പുളി ചേർത്താൽ പറയും വേണ്ട, നന്നായിട്ട് ടൈൽസ് ഇങ്ങനെ നന്നായിട്ട് തിളങ്ങുന്ന പോലെ പുതിയ ടൈൽ പോലെ നമുക്ക് തോന്നിക്കും. ഞാൻ രാത്രിയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു ക്ലിയറൊന്നും ക്യാമറയിൽ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നേരത്തെ ഞാൻ അരിച്ചെടുത്തിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് സിങ്ക് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കുറച്ച് പഴയ സിങ്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ടാവും. ആ കറയൊക്കെ പോവാനും ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ്, നമ്മളിങ്ങനെ പാടത്തും അതുപോലെ ചളിയിലൊക്കെ പണിയെടുക്കുന്നവരാണെങ്കിൽ അവരുടെ കാലിലിങ്ങനെ ഒരു ചളിയുടെ കറ എപ്പോഴും ഉണ്ടാവും. എത്ര നമ്മൾ കഴുകിയാലും അവരുടെ കാലൊരു ചുവപ്പ് കളർ പോലെ നമുക്ക് തോന്നിക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടും ഈ ഇരുമ്പാമ്പുളി നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഇരുമ്പാമ്പുളി എടുത്തിട്ട് അത് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ ആ കളറുള്ള സൈഡിൽ ഈ ഇരുമ്പാമ്പുളി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറ പിടിച്ച കളറൊക്കെ പോയിട്ട് നമ്മൾ ശരിക്കും നമ്മളെ കാല് നല്ല വെളുത്ത പോലെ തോന്നിക്കും. ഒരു സോപ്പിൻ്റെയോ അതോ കല്ലിലിട്ടിട്ട് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇരുമ്പാമ്പുളിയും കൊണ്ട് ഒന്ന് ഉരതിയാൽ മതി. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.